ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഇന്ന് മെയ് 9, ഒന്നാമത്തെ വായനാഭാഗം. ആവർത്തന പുസ്തകം 26 അധ്യായം. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത്, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത ദേശത്ത് 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിന് ശേഷം യോർദാൻ ഇക്കരെ നിന്ന് അക്കരയിലേക്ക് പോയി അവിടെ എത്തുമ്പോൾ നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ ദൈവത്തോട് പറയേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ സ്വയം പറയേണ്ട ചില കാര്യങ്ങൾ. അതൊന്ന്, നീ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ നിലത്തിലെ ഫലത്തിൽ നിന്ന് നിനക്കുണ്ടാകുന്ന എല്ലാ കൃഷിയുടെയും ആദ്യ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അത് പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ വെച്ച് പറയണം, അവിടുത്തെ പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു. എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്നാണ് അവിടെ പറയേണ്ടത്. അത് പറയണം. അപ്പോൾ പുരോഹിതൻ നിൻ്റെ കയ്യിൽ നിന്ന് കുട്ട വാങ്ങി യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം വീണ്ടും പറയേണ്ടതിനെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. അപ്പോൾ ഈ അരാമ്യൻ എന്ന് പറയുന്നത് യാക്കോബിനെ കുറിച്ചാണ്. ഈ ദേശാന്തരിയായ ഒരു അരാമ്യൻ എന്ന് പറയുന്നത് യാക്കോബിനെ കുറിച്ചാണ്. ഹോശേയ 12:12 നമുക്കതിനെക്കുറിച്ച് കാണാം. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രയീമർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെക്കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ഞങ്ങളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. നീ അത് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും പറയണം. എന്നിട്ട് നീ അത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. അപ്പോൾ ഇത് നീ പറയേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ദശാംശം എടുക്കുന്ന കാലം ഓരോ 3 വർഷത്തിലും ദശാംശം എടുക്കുന്നുള്ളതാണ് ഇവിടെ വായിക്കുന്നത്. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിൻ്റെ അനുഭവത്തിലൊക്കെയും ദശാംശം 10 എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിൻ്റെ പട്ടണത്തിൽ വെച്ച് തൃപ്തിയാവണ്ണം തിന്മാൻ കൊടുത്ത ശേഷം നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നീ പറയേണ്ട കാര്യമാണ്. ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങ് എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല. അശുദ്ധനായപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല. മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. നിൻ്റെ വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിൻ്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, നീ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കും. അപ്പോൾ ഇത് കൊടുത്താൽ മാത്രമേ പറയാനൊക്കുള്ളൂ. അപ്പോൾ കൊടുക്കുക എന്നുള്ളത്, അപ്പോൾ പറയുക എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനം, അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ, കളവ് പറയാനൊക്കത്തില്ല. ഞാൻ അങ്ങയുടെ കൽപ്പനയെ ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ദൈവത്തെ അവിടുത്തെ സംബന്ധിച്ച് പറയാൻ, ഞാൻ അങ്ങയുടെ കൽപ്പന മറന്നു കളയുകയോ ലംഘിക്കുകയോ ചെയ്തിട്ട് സ്വന്തം നാവ് കൊണ്ട് അധരം കൊണ്ട് പറയേണ്ടതാണ്. അപ്പോൾ അത് പറയുമ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്നും നീക്കി വെച്ചിട്ടില്ല. മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ഈ ദശാംശത്തിൽ മാറ്റിവെച്ചതിൽ നിന്ന് എൻ്റെ ദുഃഖകാലത്ത്, എനിക്കില്ലായ്മയുടെ കാലത്ത് ഞാൻ അതിൽ നിന്ന് എടുത്ത് ഞാൻ ഭക്ഷിച്ചിട്ടില്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടില്ല.
ഞാൻ അശുദ്ധനായിരുന്നപ്പോൾ അത് ഞാൻ നീക്കി വെച്ചിട്ടില്ല. ഞാൻ ശുദ്ധിയോടെ ഇരിക്കുന്ന സമയത്താണ് ഞാനത് നീക്കി വെച്ചത്. ആ നീക്കി വെച്ചതിൽ നിന്ന് മരിച്ചവൻ അതിൽ നിന്ന് ഞാനൊന്നും കൊടുത്തിട്ടുമില്ല. മരിച്ചവൻ എന്ന് പറയുന്നത് ഇത് വിശുദ്ധമായതാണ്. ഇത് മരിച്ചവൻ എന്ന് പറയുന്നത് ആരായിരിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. മരിച്ചവൻ എന്ന് പറഞ്ഞ് മരിച്ചവനൊന്നും കൊടുക്കാനൊക്കത്തില്ലല്ലോ. അപ്പം മരണം ഉറപ്പായവന് അല്ലെങ്കിൽ ദൈവഭയത്തിലല്ലാത്തവന് ഞാൻ അതിൽ നിന്ന് കൊടുത്തിട്ടില്ലെന്നാണ് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അനാഥനും വിധവയ്ക്കും പരദേശിക്കും ലേവ്യനും കൊടുക്കാം. അല്ലാതെ നശിച്ചു പോകുന്ന ഒരുത്തിന് അതിൽ നിന്ന് കൊടുക്കാനൊക്കില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് വിശുദ്ധമായതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ അത് ചെയ്യാവൂ. അത് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ്. അതിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങയുടെ വാക്ക് കേട്ട് അങ്ങ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം വരുമ്പം നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രമാണിച്ച് നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. ആര് പറയാണ്? മോശെ തൻ്റെ ജനത്തോട് പറയാണ്, നീ എൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവൻ്റെ സ്വന്തം ജനമായി അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്ക് മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിൻ്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. അപ്പം ആ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് അനുഗ്രഹം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള തക്കതായ തെളിവുകൾ പിന്നീടുള്ള വായനാഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ രാജാക്കന്മാർ ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന സമയത്ത് അവരെത്ര സമാധാനവും എത്ര സമൃദ്ധിയും എത്ര സന്തോഷവും അനുഭവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് അന്യദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ അവരനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം കൃപ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ്. അപ്പം അത് 26-ാം അധ്യായത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് കഴിയും. ദൈവമേ, ഞാൻ അങ്ങയുടെ കൽപ്പന ലംഘിച്ചിട്ടില്ല, ഞാൻ അങ്ങ് പറഞ്ഞ കാര്യം കേട്ടു എന്ന് പറയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ ഇത് പഴയൊരു കഥ മാത്രമായി ഇത് അവശേഷിക്കും. ഇതുകൊണ്ട് ഇന്ന് വായിക്കുന്നവർക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ്. നമുക്ക് ഓരോ ബൈബിൾ വായനയും ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ജീവനുള്ള കാലത്ത്, വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള കാലത്ത് വായിക്കുന്നവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ, അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കണം. അവൻ്റെ ജീവിത വർധനവിന്, ആത്മീക വർധനവിന് ഉതകുന്നത്, പ്രാപ്തിക്കായിട്ടുള്ളത്. അത് ആ വായനാഭാഗത്തു നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വായനയൊക്കെ വ്യർത്ഥമായി പോകും. വെറും അധര വ്യായാമമായിട്ടോ അല്ലെങ്കിൽ സമയം കൊല്ലിയായിട്ടോ ഒക്കെ മാറിപ്പോവുകയുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. രണ്ടാമത്തെ വായനാഭാഗം ഉത്തമഗീതം 6-ാം അധ്യായം. അവിടെ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടി അവനെ അന്വേഷിക്കാം. അപ്പം അത് പറയുന്നത് യെരൂശലേം പുത്രിമാരാണ്. അത് പറയുന്നത് ഈ മണവാളനോ മണവാട്ടിയോ കാമുകനോ കാമുകിയോ അല്ല, മറിച്ച് വേറെ ചില കൂട്ടരാണ്. തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് അവളും പറയുകയാണ്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയിക്കുന്നു. എൻ്റെ പ്രിയെ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. അയാളുടെ വാക്കുകളാണ്. എൻ്റെ പ്രിയെ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരൂശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. നിൻ്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്കാം, അതെന്നെ ഭ്രമിപ്പിക്കുന്നു. നിൻ്റെ തലമുടി ഗിലിയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിൻ്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. അപ്പോൾ ഒരു കാമുകൻ കാമിക്ക് ആ റിലേഷൻഷിപ്പ് തുടർന്നു പോകുന്ന കാലങ്ങളിലൊക്കെയും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ കാമുകന് ആ കാമുകിയും, ആ കാമുകിക്ക് ആ കാമുകനുമാണ്. ആ നിലയിൽ പക്ഷേ ഇവിടെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് എവിടെയെങ്കിലും നിന്നു പോകുന്നൊരു വിഷയമല്ല. ഈ സ്നേഹവും കരുതലും
ഇഷ്ടവും പ്രണയവും ഒന്നും ഇവിടെ ഒരിക്കലും നിന്നു പോകുന്നതല്ല. ആ സഭയ്ക്ക് തിരിച്ചിനി എന്തെങ്കിലും കുറവ് വന്നാൽ പോലും സഭയോട് ക്രിസ്തുവിനുള്ള സമീപനത്തിന് പ്രാണപ്രിയ എന്നാണ് പറയുന്നത്. പ്രാണപ്രിയ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പ്രാണൻ പോലെ തുല്യമായി. അപ്പോൾ പ്രാണൻ കൊടുത്തതുകൊണ്ട്, ക്രിസ്തു പ്രാണൻ കൊടുത്തതുകൊണ്ട് സഭ ക്രിസ്തുവിന് പ്രാണപ്രിയ തന്നെയാണ്. തിരിച്ച് സഭയ്ക്ക് അതുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ സഭ ആ റിലേഷൻഷിപ്പിനെ വഞ്ചിക്കുന്ന തരത്തിൽ അന്യപുരുഷനെ അന്വേഷിക്കുകയും അന്യ ബന്ധങ്ങളിലാവുകയും വാക്കുകൊണ്ട് ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രണയമാണ് എന്ന് പറയുകയും അത് ഹൃദയത്തിലോ പ്രവൃത്തിയിലോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു മണവാട്ടി അല്ലെങ്കിൽ ഒരു സഭ മാറിപ്പോകരുത് എന്നുള്ളതാണ്. വീണ്ടും താഴോട്ട് പോകുമ്പം എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായുള്ളവളോ ഒരുത്തി മാത്രം, അവൾ എൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. അപ്പം തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രി എന്ന് പറയുമ്പം സഹോദരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവും നമ്മളും തമ്മിൽ സഹോദര ബന്ധമാണ്. കാരണം ക്രിസ്തുവിൻ്റെയും നമ്മുടെയും പിതാവ്, സ്വർഗീയ പിതാവ് ഒരുവനായത് കൊണ്ട് ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളെല്ലാവരും സഹോദരങ്ങളാണ്. ആ അർത്ഥത്തിൽ ഇവിടെ പറയുന്ന അവൾ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രി എന്ന് പറയുമ്പോൾ, തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു എന്ന് പറയുമ്പോൾ, ആ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ എന്ന അർത്ഥത്തിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ പുത്രി എന്ന് പറയും, മകൾ എന്ന് പറയുമ്പോൾ സഭയും ക്രിസ്തുവും ഒരു കുടുംബത്തിലെ മക്കളാണ്, സഹോദരങ്ങളാണെന്നുള്ളതാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. രാജ്ഞിമാരും പുകഴ്ത്തും, കാണുന്ന വെപ്പാട്ടിമാരും കൂടെ അവളെ പുകഴ്ത്തും. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെയും ഉള്ളോരിവൾ ക്രിസ്തുവിൻ്റെ സഭ. ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കേണ്ടതിനും അക്രോത്ത് തോട്ടത്തിങ്കിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ്റെ രഥങ്ങളുടെ ഇടയിൽ എത്തി. അപ്പം അവിടെ നിൽക്കുകയല്ല, അതിൻ്റെ താഴോട്ട് അതിൻ്റെ ബാക്കിയുണ്ട്. അത് അടുത്ത അധ്യായത്തിലായിപ്പോയി എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മടങ്ങി വരിക, ശൂലേംകാരത്തി മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ, മടങ്ങി വരിക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ബാക്കി ഉണ്ട്. അതവിടെ അടുത്ത അധ്യായത്തിലാണ്, 7-ാം അധ്യായത്തിലാണ്. പക്ഷേ അതിപ്പോൾ വായിച്ച് നമ്മൾ പോയാൽ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗത്തിൻ്റെ ഇതിലെത്തുള്ളൂ. അതുകൊണ്ട് വായിച്ചതാണ്. അപ്പോൾ ഇവിടെ ആ ബന്ധത്തെ എങ്ങനെയാണ് മണവാളൻ മണവാട്ടിയെ കാണുന്നതെന്നുള്ളതാണ്. മണവാട്ടി സഭ തിരിച്ചു കാണുന്നതിനേക്കാളും സഭയോട് ക്രിസ്തുവിനുള്ള സമീപനവും സ്നേഹവും കരുതലും പ്രാണൻ കൊടുത്തതും തന്നെ ത്യജിച്ചതാണ്. അപ്പം അതിനേക്കാളും വലുതായിട്ട് ഇനി ക്രിസ്തുവിന് ഒന്നും ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യാനില്ല എന്നുള്ളത് സത്യവുമാണ്. മൂന്നാമത്തെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 21-22 അധ്യായങ്ങൾ. ഇന്നലത്തെ വായനയുടെ അവസാനം നമ്മൾ കണ്ടത് പൗലോസ് അപ്പോസ്തലനെ എല്ലാവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പൗലോസ് അപ്പോസ്തലനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദുഃഖിച്ച് ചുംബിച്ച് കപ്പലോളം ചെന്ന് അവനെ യാത്ര അയക്കുന്നതാണ്. അപ്പോൾ അവിടെ വിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന അവരെ വിട്ട് പിരിഞ്ഞ ശേഷം ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ലൂക്കോസ് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ നേരെ കോസിലേക്കും പിറ്റേന്നാൾ രോദോസിലേക്കും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി കുപ്രോസ് ദ്വീപ് കണ്ട് അതിൻ്റെ ഇടത്ത് പുറംവിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ അവിടെ കണ്ടെത്തി. ഞങ്ങൾ 7 നാൾ അവിടെ പാർത്തു. അപ്പോൾ അവിടെ യെരുശലേമിൽ പോകരുതെന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കടൽക്കരി വന്ന് അവരെല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കപ്പൽ കയറി അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. ഞങ്ങൾ അവിടുന്ന് കപ്പൽ കയറി അവിടുന്ന് സോർ വിട്ട് മൊലോയാസിലെത്തി.
അവിടെ സഹോദരന്മാരുണ്ടായിരുന്നു. അവരെ കണ്ട് വന്ദനം ചെയ്തു, അവരോട് കൂടെ പാർത്തു. പിറ്റേ നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരില്ല. അപ്പോൾ ഈ ഞങ്ങളെന്ന് ഞാൻ എടുത്ത് പറയുന്നത് ലൂക്കോസ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 പേരിലൊരുവൻ, നമ്മൾ 7 പേരെ പിന്നെ സ്തെഫാനോസ് ഉൾപ്പെടെ 7 പേരെ തിരഞ്ഞെടുത്തതൊക്കെ ഓർക്കുന്നല്ലോ, നിക്കോലോവാസ് ഉൾപ്പെടെ. അതിലൊരുവനായ ഫിലിപ്പോസ് അവിടെയാണ് താമസിച്ചിരുന്നത്. ഫിലിപ്പോസിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ഫിലിപ്പോസിനോട് പാർത്തു. അവിടെ വെച്ച് അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ പൗലോസിൻ്റെ അരക്കച്ച എടുത്തിട്ട് പൗലോസിൻ്റെ തൻ്റെ കൈകാലുകൾ കെട്ടി. ഇനി പൗലോസിൻ്റെ കൈകാലുകളാണ്, സ്വന്തം കാലുകളാണെന്ന് കൈകാലുകളാണെന്ന് അറിയത്തില്ല. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടുത്തുകാരും ഞങ്ങളുമൊക്കെ അവനോട് യെരുശലേമിൽ പോകരുതെന്ന് പറഞ്ഞു. അപ്പം പൗലോസിൻ്റെ മറുപടി ഇതാണ്: നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവ് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ശരി, അവനെ സമ്മതിപ്പിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടുന്ന് അടുത്ത യാത്രയ്ക്ക് യെരുശലേമിലേക്ക് കോപ്പ് കൂട്ടി യെരുശലേമിലേക്ക് പോയി. കൈസരിയിൽ നിന്ന് കുറച്ച് ആളുകളും സഹോദരന്മാരും അവരോടുകൂടെ പോയി. പിന്നെ യെരുശലേമിലെത്തിയപ്പോൾ അവിടുത്തെ സഹോദരങ്ങൾ സന്തോഷത്തോടെ ഇവരെ കൈക്കൊണ്ടു. പിന്നെ പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ്. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവരെ വന്ദനം ചെയ്തു. അപ്പം മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷികളെ ഞാൻ ഉപദേശിക്കുന്നുവെന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. നിന്നെക്കുറിച്ച് അങ്ങനൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ വന്നിട്ടുണ്ടപ്പോൾ എല്ലാവരും അറിയും. അപ്പം ഞങ്ങൾ പറയുന്നത്, ഈ നേർച്ചയുള്ള 4 പുരുഷന്മാർ ഇവിടെ ഉണ്ട്. നീ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തലം ക്ഷൗരം ചെയ്യാൻ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടത്, അപ്പോൾ അത് മോശയുടെ കൽപ്പന പ്രകാരമുള്ള കാര്യമാണല്ലോ. അത് ചെയ്യുമ്പം ഇവരിത് കാണുമ്പം മനസ്സിലാവും, അവൻ മോശയുടെ ന്യായപ്രമാണത്തെ തള്ളിപ്പറയുന്നവനല്ല, അവനെ അനുകൂലിക്കുന്നവനാണെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം നിനക്ക് നിൻ്റെ ശരീരം ദോഷം വരാതെ നിനക്ക് ദോഷമൊന്നും ഭവിക്കാതിരിക്കും എന്നുള്ളതാണ് അവരെ പറഞ്ഞു കൊടുക്കുന്ന ആലോചന. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധി നമ്മൾ എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് അത് നമ്മൾ എഴുതി അയച്ചിട്ടുണ്ട്, അതവർ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ആ 4 പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ശുദ്ധീകരണം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവെല്ലാം പൗലോസ് അപ്പോസ്തലൻ ചെയ്തു. ആസയിൽ നിന്ന് വന്ന യഹൂദന്മാരുണ്ടായിരുന്നു. അവർ ദേവാലയത്തിൽ കണ്ടിട്ട് പൗലോസിനെ കണ്ടിട്ട് മനുഷ്യരെ അവിടുത്തെ പുരുഷാരത്തെയൊക്കെ ഇളക്കി മറിച്ചു. പൗലോസിനെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, ഇവനാണ് ഈ ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഇവനാണ്. അവനിവിടെ യവനന്മാരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഈ സ്ഥലം തീണ്ടിച്ചപ്പം യവനൊന്നും അതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ യവനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടം അശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ എല്ലാവരും കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്ത് ഇഴച്ചു കൊണ്ടുപോയി വാതിലുകൾ അടച്ചു കളഞ്ഞു. ഇനി അവന് കയറാതിരിക്കാൻ വേണ്ടി, അവൻ്റെ കൂടെയുള്ളവരാരും അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലനെതിരായിട്ട് വാതിലുകളെല്ലാം അവർ അടച്ചു. സഹസ്രാധിപനെ വിവരം അറിഞ്ഞു. സഹസ്രാധിപൻ പടയാളികളെയും കൂട്ടി പൗലോസിനെ അടുത്ത് വന്നു. അപ്പോൾ അടി നിർത്തി. അപ്പോൾ കുറേ അടിയൊക്കെ കൊടുത്തു. ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആരെന്നും എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെ അങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് പല പല ആരോപണങ്ങൾ ആയിട്ട് അവനെ കൊന്നുകളയെന്ന് മുമ്പ് യേശുക്രിസ്തുവിനെ ആർത്തതുപോലെ ഇവനെയും പൗലോസ് അപ്പോസ്തലനെയും കൊന്നുകളയുക എന്നവരാർത്ത് പടയാളികൾ സഹസ്രാധിപൻ്റെ കൽപ്പന അനുസരിച്ച് പൗലോസിനെ എടുത്തു. അത് എന്നിട്ട് കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോയി.
ഇപ്പം പൗലോസ് പറയുകയാണ് സഹസ്രാധിപനോട്, ഞാനൊരു റോമാ പൗരനാണ്. അല്ല, അവിടെ റോമാ പൗരൻ്റെ കാര്യം അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നത്, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ യഹൂദനാകുന്നു, ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടണത്തിൽ പിന്നെ കോട്ടയുടെ പടിക്കെട്ടിൽ നിന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി അനുവാദം കിട്ടി. സംസാരിക്കാൻ തുടങ്ങി. എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ. അപ്പോൾ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് കേട്ടു. ഞാൻ കിലിക്കിയയിൽ തർസോസിൽ നിന്ന് ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാർ ന്യായപ്രമാണം സൂക്ഷ്മതയിൽ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ പുരുഷന്മാരെയൊക്കെയും പിടിച്ചു കെട്ടി സ്ത്രീകളെയൊക്കെയും തടവിലാക്കി ഈ മാർഗ്ഗക്കാരെ കൊല്ലുവാനും ഒക്കെ ഉപദ്രവിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഡമാസ്കസിലേക്ക് പോകുന്ന വഴി തനിക്കുണ്ടായ കാര്യങ്ങൾ കർത്താവ് ഇനി ആരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്നവനായ നസ്രായൻ യേശു ആകുന്നു ഞാനെന്ന് പറഞ്ഞു. അവിടെ ഒരു ഭയങ്കര വെളിച്ചം കണ്ടു. എനിക്ക് കണ്ണ് കാണാൻ കഴിയാൻ നടന്നില്ല. എന്നിട്ട് ആ ഒരു ശബ്ദം ദൂതൻ സംസാരിച്ചത്, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കണ്ണ് കാണാതായി ഞാൻ അവിടുന്ന് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോയതെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ അനന്യാസ് വന്ന് കാഴ്ച പ്രാപിക്കുന്ന കാര്യവും അവിടെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അപ്പം നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്ക് നീ അവൻ്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നുണ്ട്, എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്ത് സ്നാനപ്പെട്ട് എൻ്റെ പാവങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം എല്ലായിടത്തും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് ഞാനും അത് അംഗീകരിച്ച് സ്തെഫാനോസിനെ കൊല്ലുന്ന കാര്യത്തിൽ ഞാനും കൂട്ടാളിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ വരെ പറഞ്ഞു. ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിളക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ സത്യത്തിലേക്കോ പോസിറ്റീവ് കാര്യങ്ങളിലേക്കോ അല്ല, കുറ്റം വിധിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന, കുറ്റക്കാരനാണ് എന്ന് തന്നെ ഉറച്ചിരിക്കുന്ന ജനം, അവർക്ക് ഇതൊന്നും ബാധകമായില്ല. അവർ പറഞ്ഞ്, ഇങ്ങനെയുള്ളവനെ കൊന്നുകളാണ്, ഇവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ ഒച്ചയും ബഹളവുമുണ്ട്. ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. അപ്പം ഇവിടെ വെച്ചാണ് പറയുന്നത്, ഈ വാറുകൊണ്ട് കെട്ടുമ്പോൾ ശതാധിപനോട്, സഹസ്രാധിപൻ്റെ താഴെയുള്ള ശതാധിപനോട്, അയാൾ 100 പേർക്ക് അധിപനാണ്, മറ്റത് 1000 പേർക്ക് അധിപനാണ്. റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ശതാധിപൻ കേട്ട് സഹസ്രാധിപനോട് ചെന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പോണോ, ഇവൻ റോമാ പൗരനാണ്. സഹസ്രാധിപൻ ചോദിച്ചു, നീ റോമാ പൗരനോ എന്ന് പറയാം. ഞാനാണെങ്കിൽ ഏറിയ മുതൽ കൊടുത്താണ് ഈ പൗരത്വം സമ്പാദിച്ചിരിക്കുന്നത് എന്ന് സഹസ്രാധിപൻ പൈസ കൊടുത്താണ് അത് സമ്പാദിച്ചത്, ഈ റോമാ പൗരത്വം. അപ്പം പൗലോസ് പറഞ്ഞു, ഞാനോ റോമാ പൗരനായി ജനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ തർസോസ് എന്ന സ്ഥലത്ത് ജനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ പൗരത്വമാണ് ഈ റോമാ പൗരത്വം. അത് തർസോസ് ഒരു ഈ ഫ്രീ പോർട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഇന്നത്തെ കാലത്ത്, ഫ്രീ പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഒരു വ്യത്യസ്തമായൊരു സ്ഥലമാണ്. അവിടെ ഈ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വേർതിരിക്കപ്പെട്ടൊരു സ്ഥലമാണ് ഈ തർസോസ്. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന, അവിടെ എഴുത്തുകാരനായാലും അവിടെ വെച്ചാണ് ജനിക്കുന്നതെങ്കിൽ അവർ റോമാ പൗരനാവും. അപ്പോൾ ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. അപ്പം ഭേദ്യം ചെയ്യാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. ആര്? ഈ പടയാളികളൊക്കെ. സഹസ്രാധിപനും അവനെ റോമാ പൗരനെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു, അവനെ ബന്ധിച്ചില്ല. പിന്നെ പിറ്റേന്ന്
യഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും സഹസ്രാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചിട്ട് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി. അപ്പം അവർ കുറ്റക്കാരെന്ന് പറയുന്നവനാണല്ലോ പൗലോസ്. അപ്പോൾ ഇത് ന്യായം വിധിച്ച് തീർപ്പ് കൽപ്പിച്ച് ഒന്നിൽ ശിക്ഷയോ അല്ലെങ്കിൽ വിടുവിക്കുകയോ ചെയ്യണമല്ലോ ഒരു സഹസ്രാധിപൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ച്. അതിനുവേണ്ടി ആരോപിക്കുന്നവരെ കുറ്റം ചുമത്തുന്ന ആൾക്കാരെ കൂട്ടി വരുത്തി പൗലോസിനെ അവിടെ നിർത്തി അവർ അതിൻ്റെ ന്യായാധി കാര്യങ്ങളിലേക്ക് പറയാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ്, ന്യായം വിധിക്കാൻ. നമ്മൾ നാളെ വായിക്കുന്ന 23-ാം അധ്യായത്തിൽ ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി ചില കാര്യങ്ങളൊക്കെ അവിടെയും പറയും. ന്യായാധിപ സംഘം എന്ന് പറയുന്നത് സന്നിധിൻ സംഘമാണ്. ഇത് സുപ്രീം അതോറിറ്റി, യഹൂദന്മാരുടെ ഇടയിലുള്ള സുപ്രീം അതോറിറ്റിയാണ്. അത് ദൈവാലയവുമായും ദൈവീക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള നമ്മുടെ സുപ്രീം കോർട്ട് പോലെയുള്ള ഒരു സംവിധാനമാണ്, വേറെ സംവിധാനമില്ല. അപ്പം അങ്ങനെയുള്ളൊരു അധികാരമുള്ളൊരു കൂട്ടമാണ് ഈ ന്യായാധിപ സംഘം. അപ്പോൾ അവർ പറയുന്നത്. അപ്പം നാളെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും. ഇന്നത്തെ 3 വായനാ ഭാഗങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ. വചനം കൂടുതലായി അറിയുവാൻ ഈ വിശദീകരിച്ച് പോകുമ്പോൾ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വിശദീകരണത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സംഭവങ്ങളെ ഒന്ന് വായിച്ചാൽ മതി. വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വായിക്കാവുന്ന കാര്യങ്ങളെ വീണ്ടും ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഇവിടെ ഒരു യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഇടയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ നേരിടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത്. കൂട്ടത്തിൽ നമ്മൾ കണ്ടതുപോലെ ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് ന്യായാധിപൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു അത് സ്വന്തം ജനം തന്നെ, യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്തിയ സ്വന്തം ജനം തന്നെ പൗലോസിനെയും ഇവിടെ കുറ്റം വിധിച്ചിരിക്കുകയാണ്. പക്ഷേ അന്നത്തെ ഭരണം റോമ കൈസറുടെ കീഴിലായതുകൊണ്ട് കൈസറുടെ താഴോട്ടുള്ള ഭരണാധികാരി എന്ന നിലയ്ക്ക് സഹസ്രാധിപന് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. അതിനായി ഒരു വേദി ഒരുക്കുകയാണ് നാളത്തെ വായനയിൽ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ആത്മീയമായ വർധന ഉണ്ടാകട്ടെ. എല്ലാത്തിനും ദൈവം തന്നെ കാരണഭൂതൻ. നന്ദി.